ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ, ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ്. എല്ലാം ഒന്നും കാണിക്കുന്നില്ല, കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ കാണിക്കുന്നുള്ളൂ. കാരണം എല്ലാം കൂടി എടുക്കാനുള്ള ക്ഷമ എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ പറ്റുന്നത് പോലെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് തന്നെ ഒരു 5 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോ ഉണ്ട്. കൂടുതൽ ലെങ്ത്തുള്ള വീഡിയോ എടുത്ത് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് കരുതിയാണ് കേട്ടോ കുറച്ച് വീഡിയോ ഭാഗങ്ങൾ മാത്രം കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാനൊന്ന് പുറത്തോട്ട് പോകാനായിട്ട് ഒരുങ്ങാണ് കേട്ടോ. അപ്പം രാവിലെ തന്നെ കുളിയെല്ലാം കഴിഞ്ഞ് മുടിയൊക്കെ ഉണക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ സ്ഥിരം മേക്കപ്പ് പ്രോഡക്റ്റ് തന്നെ, സ്കിൻ കെയറിൻ്റെ പ്രോഡക്റ്റൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ചൊന്നും എടുത്തു പറയാത്തത്. മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു, സൺസ്ക്രീൻ ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മേക്കപ്പ്. പിന്നെ ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നും ഒരേ പ്രോഡക്റ്റൊക്കെ കാണിച്ച് തന്നെ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പുതിയ കുറച്ച് പ്രോഡക്റ്റൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും കയ്യിൽ കിട്ടിയിട്ടില്ല. അതൊക്കെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റിൻ്റെ റിവ്യൂസോ കാര്യങ്ങളോ ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. എന്നെക്കൊണ്ട് പറ്റുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇനി ഞാൻ കുറച്ച് പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വന്ന ഉടനെ നമ്മൾ പുതിയ പുതിയ അപ്ഡേഷൻസ് ഇടുന്നതായിരിക്കും. പിന്നെ നമ്മൾ കുറേ നാളായിരുന്നു ഒന്ന് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഇത് ശരിക്കും ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. അതാണ് ഇങ്ങനെ കാണുന്നത്. പിന്നെ എടുത്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ മൈൻഡ് മാറ്റി. കാരണം കുറേ നാളായല്ലേ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട്. അപ്പം ഞാൻ കരുതി ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന്. പിന്നെ ഞാൻ കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. കണ്ണിന് താഴെ പെൻസിൽ വെച്ച് എഴുതിയിട്ട് കണ്ണിന് മുകളിൽ ഐലൈനർ വെച്ച് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് ന്യൂഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ യൂസ് ചെയ്തിരുന്ന ആ സെയിം ലിപ്സ്റ്റിക്ക് തന്നെയാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ്. പിന്നെ ഈ വീഡിയോസൊക്കെ എനിക്ക് ഓൺ വോയിസിൽ എടുക്കണമെന്നുണ്ട്. പക്ഷെ ഞാൻ അതിങ്ങനെ ചെയ്യാത്തതിൻ്റെ മെയിൻ കാരണം ഇവിടെ തൊട്ടടുത്തൊക്കെ വീടുകളാണ്. അപ്പം എപ്പോഴും ഇങ്ങനെ സൗണ്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പിന്നെ തൊട്ടടുത്തൊരു ക്ഷേത്രമുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ വായനയും കാര്യങ്ങളും ഒക്കെ കേൾക്കാം. ഇപ്പം തന്നെ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോഴും അങ്ങനത്തെ പല ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്താണ് കേട്ടോ വോയിസൊക്കെ ഇടുന്നത്. പിന്നെ നല്ലൊരു മൈക്കും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഹെഡ്സെറ്റിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതൊക്കെ വാങ്ങിയിട്ട് നമുക്ക് ഓൺ വോയിസിൽ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങാം കേട്ടോ. അപ്പം കുറച്ച് നാളും കൂടി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വീഡിയോസൊക്കെ വരുന്നത്. വോയിസിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. എനിക്കിങ്ങനെയൊക്കെ വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ അങ്ങനെയാണ്. പോകെ നമുക്കതൊക്കെ ഒന്ന് ശരിയാക്കാം. അങ്ങനെ ഞാൻ മുടി കെട്ടി കൊടുക്കുന്നുണ്ട്. മുടി പഫാണ് കേട്ടോ കെട്ടുന്നത്. ബാക്കിലോട്ട് കുറച്ച് മുടിയെടുത്ത് ചീപ്പിയിട്ട് പഫ് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഞാൻ കെട്ടുന്നത്. കാരണം എൻ്റെ ചുരുണ്ട മുടി ആയതുകൊണ്ട് അല്ലാതെ പഫില്ലാതെ പഫ് കെട്ടിക്കഴിഞ്ഞാൽ ഇരിക്കത്തില്ല. മറ്റേ എന്താ പറയുക, തിരമാലയൊക്കെ മാതിരി പൊങ്ങിയും താന്നും അങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ പഫ് വെച്ചാണ് കെട്ടുന്നത് കേട്ടോ. ഈ ഹെയർ സ്റ്റൈൽ എൻ്റെ ഡിഗ്രി കാലം തൊട്ടേ ഞാൻ കെട്ടുന്നൊരു ഹെയർ സ്റ്റൈലാണ്. കുറേ വർഷമായിട്ട് ഞാൻ ഇങ്ങനെ ആയിരുന്നു മുടി കെട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം പക്ഷേ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങനെ മുടി കെട്ടുന്നത്. കോളേജിൽ പോകുന്ന കാലത്ത് ഇതായിരുന്നു എൻ്റെ സ്ഥിരം ഹെയർ സ്റ്റൈൽ. അന്ന് വാങ്ങിയ പഫാണ് കേട്ടോ. ഇപ്പോഴും ഒരു കുഴപ്പവും ഇല്ല. ഒരു 6 വർഷത്തിനടുത്ത് പഴക്കം കാണും. ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മുടി അഴിച്ചിട്ട് പോകുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. കാരണം ചുരുണ്ട മുടി ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഉടക്കാവാനും ചാൻസ് ഉണ്ട്. പിന്നെ എനിക്കിഷ്ടമല്ല പൊതുവെ മുടി അങ്ങനെ അഴിച്ചിടുന്നത്. അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിലോട്ട് പിന്നിട്ടൊരു ക്ലിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ സ്റ്റൈല്. പിന്നെ കമ്മലിട്ട് കൊടുത്തു, മാല ഇട്ട് കൊടുത്തു. വാച്ചൊന്നും ഇടുന്നില്ല കേട്ടോ. കാരണം ഇത് ഫുൾ സ്ലീവ് ഡ്രസ്സ് ആയതുകൊണ്ട് വാച്ചൊന്നും ഇടുന്നില്ല. പിന്നെ ഷാൾ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റെഡിയായി കഴിഞ്ഞ് ഇനി നമുക്ക് പോവാം കേട്ടോ. അങ്ങനെ നമ്മൾ ബസ് കയറി കൊല്ലത്തായിരുന്നു കേട്ടോ നമ്മൾ പോയത്. കൊല്ലത്ത് വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് കണ്ണാടി എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. എൻ്റെ കൂടെ വരുന്ന ഇവളെ കണ്ടോ, ഇവൾക്ക് ഈ കണ്ണാടി എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ മെയിനായിട്ട് ഇവിടെ വന്നത്. കണ്ണാടി എടുക്കാൻ നേരെ തിരിച്ച് വീട്ടിൽ വരിക എന്ന പ്ലാനിലൂടെ ആയിരുന്നു ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയതെങ്കിലും അവിടെ ചെന്ന് ഞങ്ങൾ കണ്ണാടി എടുത്തു കഴിഞ്ഞപ്പോൾ പ്ലാൻ മാറ്റി. ഇവിടെ അടുത്തായിരുന്നു ബീച്ച്. അപ്പോൾ ബീച്ച് വരെ ഒന്ന് പോകാമെന്ന് വെച്ച് ബീച്ച് വരെ വന്നിറങ്ങാൻ പ്രൈവറ്റ് 10 രൂപ കൊടുത്ത് പ്രൈവറ്റിൽ ഇറങ്ങണമായിരുന്നു. പക്ഷേ ഞങ്ങൾ അങ്ങനെ ചെയ്തില്ല. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ വരെ നടന്ന് ഞങ്ങൾക്ക് നടക്കാനൊരു മടിയില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് എവിടെ വേണേലും നടക്കും. അങ്ങനെ ഞങ്ങൾ നടന്ന് അവിടെ ചെന്നപ്പോൾ നല്ല തിരയായിരുന്നു കേട്ടോ. അവിടെ പോലീസൊക്കെ ഉണ്ടായിരുന്നു. സെക്യൂരിറ്റീസൊക്കെ ആരും അങ്ങനെ അങ്ങോട്ട് ഇറക്കിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറി കേട്ടോ. എല്ലാവരും ഇറങ്ങുന്ന കണ്ടുകൊണ്ട് ഞങ്ങളും കുറച്ച് നേരം ഇറങ്ങി.
ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരൊറ്റ തിരയില്ലായിരുന്നു. ഒരു തിര വരാൻ വേണ്ടി ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷെ ഒരൊറ്റ തിരയും വന്നില്ല. ഒരു ഉച്ച സമയം 2 മണി സമയത്തായിരുന്നു പോയതെങ്കിലും ഒരു മഴയുടെ മന്ദാരം ഉണ്ടായതുകൊണ്ട് വെയിലധികം ഇല്ലായിരുന്നു കേട്ടോ. വെയിലും ഇല്ല മഴയില്ല, നല്ലൊരു തണുത്ത അന്തരീക്ഷമായിരുന്നു. അതുകൊണ്ട് വലിയ ചൂടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബീച്ചൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ ഒക്കെ ഇരുന്നതിന് ശേഷം തിരിച്ച് ഞങ്ങൾ ഇറങ്ങി. ബീച്ചിൻ്റെ കൂടുതൽ വീഡിയോസ് എടുക്കാത്തതിൻ്റെ കാരണം അവിടെ എല്ലാം കപ്പിൾസ് ആയിരുന്നു കേട്ടോ. സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളും ഒക്കെ കുറേ പേര് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അവരുടെ പ്രൈവസിയെ ബാധിക്കേണ്ടെന്ന് കരുതിയാണ് കേട്ടോ ബീച്ചിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊന്നും എടുക്കാഞ്ഞത്. പിന്നെ ഞങ്ങൾ വന്ന് ചിന്നക്കടയിൽ ഒരു ബേക്കറിയിൽ കയറി. ഇത് ഞങ്ങളുടെ സ്ഥിര സ്പോട്ടാണ് കേട്ടോ. ഞങ്ങൾ എപ്പോൾ ഇവിടെ വന്നാലും ഈ കടയിൽ കയറാതെ പോകത്തില്ല. ഇവിടുത്തെ ഷവർമയുടെയും ലൈമിൻ്റെയും ഫാൻസാണ് കേട്ടോ ഞങ്ങൾ. അങ്ങനെ അവിടെ കയറി ഷവർമയും ലൈമും വാങ്ങി. 40 രൂപ കണ്ടേ ഉള്ളൂ കേട്ടോ ഷവർമയ്ക്ക്. ലൈമും 20 രൂപയ്ക്ക് കുറേ കിട്ടും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്